ശ്രീ മഹാദേവ്യൈ നമ. സൗന്ദര്യലഹരി ശ്ലോകം 70 ഇന്ന് മഹാമായ അനുഗ്രഹത്താൽ വിശദീകരിക്കുന്നത്. 70 ശ്ലോകത്തിൽ ആചാര്യസ്വാമികൾ അമ്മയുടെ മനോഹരവും തരളവും മാർദ്ദവമേറിയതുമായ 4 കരങ്ങളെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. അമ്മയുടെ കരങ്ങൾ താമര വലയം പോലെ നനുനനുത്തതും മൃദുവുമാണ്. അമ്മയുടെ 4 കരങ്ങൾ സദാ ബ്രഹ്മദേവൻ പൂജിക്കുകയാണ്. തൻ്റെ 4 ശിരസ്സും അമ്മയുടെ 4 കൈകളാൽ അനുഗ്രഹിക്കപ്പെടണമേ എന്ന് ബ്രഹ്മദേവൻ സദാ പ്രാർത്ഥിക്കുന്നു. രസകരമായ ഒരു കഥ ഈ പ്രാർത്ഥനയിൽ ഒളിഞ്ഞുകിടപ്പുണ്ട്. ഒരിക്കൽ മഹാവിഷ്ണുവും ബ്രഹ്മാവും തമ്മിൽ തർക്കമുണ്ടായി. ആരാണ് ശ്രേഷ്ഠൻ എന്നതാണ് വിഷയം. ഈ സമയം അവിടെ ഒരു ജ്യോതിസ് പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ശിരസ്സും പാദവും ആദ്യം കണ്ടിട്ട് വരുന്നവർ ഈ തർക്കത്തിൽ വിജയിക്കുമെന്ന് ജ്യോതിസ് അഭിപ്രായപ്പെട്ടു. ഇത് കേട്ടുടൻ ബ്രഹ്മാവ് ഹംസരൂപിയായി മുകളിലേക്ക് പറന്നുയരാൻ തുടങ്ങി. അതുപോലെ മഹാവിഷ്ണു വരാഹരൂപത്തിൽ ഭൂമിക്ക് താഴെ പാതാളത്തിലേക്ക് പോകാൻ തുടങ്ങി. ബ്രഹ്മാവ് ഇടയ്ക്ക് വെച്ച് ഒരു കൈതപ്പൂ താഴോട്ട് വരുന്നത് കണ്ടു. കൈതപ്പൂവും ബ്രഹ്മാവും തമ്മിൽ സംസാരിച്ചു. ബ്രഹ്മാവിൻ്റെ ഉദ്യമം അറിഞ്ഞ കൈതപ്പൂ പറഞ്ഞു, ഞാൻ എത്രയോ ബ്രഹ്മവർഷമായി മുകളിലേക്ക് പറന്നുയരുകയാണ് ജ്യോതിസിൻ്റെ അറ്റം കാണാൻ വേണ്ടി. പക്ഷേ എനിക്കിതുവരെ അത് കാണാൻ സാധിച്ചില്ല. അതിനാൽ അങ്ങ് എത്ര ശ്രമിച്ചാലും ആ ഉദ്യമം പരാജയപ്പെടുകയുള്ളൂ. ഉടൻ ബ്രഹ്മാവ് പറഞ്ഞു, എന്നാൽ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. അപ്പോൾ നീ എനിക്ക് വേണ്ടി കള്ളസാക്ഷ്യം പറയണം. രണ്ടുപേരും കൂടി ഒരു തീരുമാനത്തിലെത്തി താഴെ വന്നു. മഹാവിഷ്ണു തനിക്ക് ജ്യോതിസിൻ്റെ പാദം കാണാൻ കഴിഞ്ഞില്ല എന്ന സത്യസന്ധമായി വെളിപ്പെടുത്തി. ആ സമയം അവിടെ മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടു. മഹാദേവനാണ് ജ്യോതിസായി നേരത്തെ വന്നത്. എന്നാൽ ബ്രഹ്മാവ് പറഞ്ഞത് കള്ളമാണെന്ന് മനസ്സിലാക്കിയിട്ട് മഹാദേവൻ ഉടൻ തന്നെ ബ്രഹ്മാവിൻ്റെ ശിരസ് നുള്ളിക്കളഞ്ഞു. അതുപോലെ കള്ള സാക്ഷ്യം പറഞ്ഞ കൈതപ്പൂവിന് ഒരു ശിക്ഷ കൊടുത്തു. എല്ലാ പൂജകളിൽ നിന്നും കൈതപ്പൂവിനെ ഒഴിവാക്കി. സത്യസന്ധതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത മഹാവിഷ്ണുവിനെ പ്രപഞ്ച സംരക്ഷണം സമ്മാനമായി നൽകുകയും ചെയ്തു. ആ കഥയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. തൻ്റെ ബാക്കിയുള്ള 4 ശിരസ്സുകൾ, പണ്ട് ബ്രഹ്മാവിന് 5 ശിരസ്സുകൾ ഉണ്ടായിരുന്നത്രേ. ബാക്കിയുള്ള 4 ശിരസ്സുകൾ അമ്മയുടെ കാരുണ്യം ഉണ്ടെങ്കിൽ മഹാദേവൻ നുള്ളിക്കളയില്ല എന്നൊരു ധ്വനി ഈ ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ മറ്റൊരു കഥ കൂടി ഈ ശ്ലോകത്തിലുണ്ട്. അന്ധകൻ എന്നൊരു അസുരൻ, അന്ധകാരത്തിൻ്റെ ഇന്ധയാണ്, അല്ലാതെ ദന്തത്തിൻ്റെ അല്ല. അന്ധകൻ എന്ന് പറഞ്ഞാൽ യമൻ എന്നുള്ളൊരു അർത്ഥമുണ്ട്. ഇവിടെ ആ അന്ധകനല്ല, അന്ധകൻ എന്നൊരു അസുരനെ കുറിച്ചാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അന്ധകരിപു എന്നാണ് ഉച്ചരിക്കേണ്ടത്. മഹാദേവനെ അന്ധകരിപു എന്നും പറയാറുണ്ട്. പാർവതീദേവിയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായി അമ്മയെ കടന്നുപിടിക്കാൻ മുതിർന്ന അന്ധകനെ മഹാദേവൻ ഉടനെ തന്നെ കഥ കഴിച്ചു. അതാണ് അദ്ദേഹത്തിന് അന്ധകരിപു എന്ന സംബോധന വന്നത്. സൗന്ദര്യലഹരി ശ്ലോകം 70 പാരായണം ചെയ്യാം. മൃണാളി മൃദ്വീനാം തവ ഭുജലതാനാം ചതസൃണാം ചതുർഭിഃ സൗന്ദര്യം സരസിജഭവ സ്തൗതി വദനൈഃ നഖേഭ്യഃ സന്ദ്രസ്യൻ പ്രഥമമധനാദന്ധകരിപോ ചതുർണാം ശീർഷാണാം സമമഭയ ഹസ്താർപ്പണധിയാ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്ലോകത്തിൻ്റെ പദാർത്ഥം പറയാം. മൃണാളി മൃദ്വീനാം, താമരവളയങ്ങൾ പോലെ അതിമാർദ്ദവത്തോടു കൂടിയ, തവ ഭുജലതാനാം ച തസൃണാം, നിന്തിരുവടിയുടെ 4 ബാഹുലതകളുടെ, ചതുർഭി 4, സൗന്ദര്യം, സൗന്ദര്യത്തെ സരസിജഭവ സ്തൗതി, ബ്രഹ്മദേവൻ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു.
വദനൈ മുഖങ്ങളെ കൊണ്ട്. ബ്രഹ്മദേവന് 4 മുഖങ്ങളാണുള്ളത്. അതുകൊണ്ട് ചതുർഭി വദനൈ. ചതുർനാം 4 ശീർഷാണാം ശിരസുകൾക്കും സമം ഒരേ സമയം അഭയഹസ്ത അർപ്പണധിയ അഭയഹസ്തം അർപ്പിക്കപ്പെടട്ടെ എന്ന ഉദ്ദേശത്തോടുകൂടി സന്ദ്രസ്യൻ എന്നാൽ ഭയന്നിട്ട്, നഖേഭ്യ സന്ദ്രസ്യൻ നഖങ്ങളെ ഭയന്നിട്ട് ചതുർനാം ശീർഷാണാം ബ്രഹ്മദേവൻ പ്രാർത്ഥിക്കുകയാണ്. ആദ്യമൊരിക്കൽ മഹാദേവൻ തൻ്റെ 5 തലകളിൽ ഒന്നിനെ നുള്ളിയെടുത്തിട്ടുള്ളതിനാൽ ഭഗവാന്റെ കാലകാലനായ മഹാദേവൻ്റെ നഖങ്ങളെ ഭയന്നിട്ട് 4 ശിരസുകൾക്കും ഒരേ സമയം അഭയഹസ്തം നൽകണമേ എന്ന ഉദ്ദേശത്തോടുകൂടി മഹാദേവിയെ സ്തുതിക്കുകയാണ്. ഒരുപോലെ ഒരേ സമയം മഹാദേവിയുടെ 4 കൈകളും തൻ്റെ 4 ശിരസിലും ഒരേ സമയം അഭയഹസ്തമായി വർത്തിക്കണമേ എന്ന് ബ്രഹ്മദേവൻ ഇവിടെ പ്രാർത്ഥിക്കുകയാണ്. ഈ ശ്ലോകത്തിന് നൈവേദ്യമായി സമർപ്പിക്കേണ്ടത് നാളികേരവും മധുവുമാണ്. സർവജനവശ്യമാണ് ഇതിൻ്റെ ഫലശ്രുതിയായി പറയുന്നത്. എല്ലാ ഫലശ്രുതിക്കും അപ്പുറം മഹാദേവിയുടെ കാരുണ്യത്തിനായി, മഹാദേവിയുടെ ആ ഒരു അനുഗ്രഹത്തിനായി നമുക്ക് ഏവർക്കും പ്രാർത്ഥിക്കാം. ശ്രീ മൂകാംബിക ദിവ്യചരണാരവിന്ദേ സർവം സമർപ്പണം ഭവതു. ഓം ശ്രീ മഹാദേവ്യൈ നമഃ.